കാന്തപുരം മോദിയെ കണ്ടതും പ്രശംസിച്ചതും കൃത്യമായ നിലപാടിന്റെ പുറത്താണെന്ന് അബ്ദുള്ളക്കുട്ടി. UDF, LDF മുന്നണികളിലെ നേതാക്കൾ സുന്നി വിരുദ്ധർ. VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പിടിയിൽ. ജന്മഭൂമിയിൽ കാന്തപുരം ഉസ്താദിനെ പ്രശംസിച്ച് അബ്ദുള്ളക്കുട്ടി എഴുതിയ ലേഖനം രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചതിന്റെ പേരിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ കുറ്റം പറയുന്നവരെ വിമർശിച്ച് BJP അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി. കാന്തപുരത്തെ വിമർശിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയും കടുത്ത വിമർശനമാണ് BJP നേതാവ് നടത്തുന്നത്. കാന്തപുരം പറഞ്ഞതും മുന്നണികൾ കേട്ടതും എന്ന തലക്കെട്ടിൽ BJP മുഖപത്രമായ ജന്മഭൂമിയിൽ എഴുതിയ ദീർഘമായ ലേഖനത്തിലാണ് കാന്തപുരത്തിനെ വാനോളം പ്രശംസിച്ചും കാന്തപുരത്തെ വിമർശിക്കുന്ന മുസ്ലിം സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടികളെയും നിശിതമായി വിമർശിച്ചും അബ്ദുള്ളക്കുട്ടി രംഗത്തെത്തിയത്. ഭാരതത്തിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയാണല്ലോ ഇപ്പോഴത്തെ വിവാദം. പ്രധാനമന്ത്രിയെ കണ്ട് ചർച്ച നടത്തിയ ശേഷം ഉസ്താദ് ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞത് മോദി ഭരണത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമായി കൈകോർത്ത് മുന്നോട്ടു പോകും എന്നുകൂടിയാണ്. ഈ പ്രസ്താവന വളരെ കൃത്യവും വ്യക്തവും പോസിറ്റീവുമാണ്. ലേഖനത്തിൽ അബ്ദുള്ളക്കുട്ടി വ്യക്തമാക്കി. സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന മുദ്രാവാക്യത്തെ അന്വർത്ഥമാക്കുന്ന ഭരണമാണ് നിലനിൽക്കുന്നത്. അതിനുള്ള ഏറ്റവും നല്ല അംഗീകാരമാണ് കേരളത്തിലെ പ്രമുഖ മുസ്ലിം പണ്ഡിതനായ AP അബൂബക്കർ മുസ്ലിയാരിൽ നിന്ന് ഉണ്ടായത്. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അവരുടെ നേതൃത്വത്തിൽ SDPAക്കാരും LDFിലെയും UDFിലെയും ചില നേതാക്കളും മാത്രമാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ മുസ്ലിങ്ങളെ വേട്ടയാടുന്നു എന്ന പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത് എന്ന് അബ്ദുള്ളക്കുട്ടി ചൂണ്ടിക്കാട്ടുന്നു. ജമാഅത്തെ ഇസ്ലാമി സ്വാധീനത്തിന്റെ ഫലമായിരിക്കും കാന്തപുരത്തിനെതിരായ VD സതീശന്റെ നിലപാടെന്നും അബ്ദുള്ളക്കുട്ടി ലേഖനത്തിൽ പരാമർശിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്ക് സ്വാധീനമുള്ളത് സുന്നി പ്രസ്ഥാനങ്ങളിലാണ്. പൊതുവെ EK, AP എന്നാണ് ഇവരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ വിളിക്കപ്പെടുന്നത്. കേരളത്തിലെ മുസ്ലിങ്ങളിലെ 90% ഈ സുന്നി സംഘടനകളുടെ നിയന്ത്രണത്തിലാണ്. അവരാണ് ഔദ്യോഗിക വിഭാഗം, അവരാണ് ആധികാരിക വിഭാഗം. പക്ഷേ കേരളത്തിലുള്ള പൊതുബോധം മുസ്ലിങ്ങളിലെ ഉൽപ്പതിഷ്ണുക്കൾ, പുരോഗമനവാദികൾ മുജാഹിദാണ്, സലഫിയാണ്, ജമാഅത്താണ് എന്നുള്ളതാണ്. സുന്നികൾ പഴഞ്ചന്മാരും യാഥാസ്ഥികരും ആണ് എന്നാണ് പ്രചാരണം. ഇത് ശരിയാണോ എന്ന് പ്രബുദ്ധ കേരളം പുനരവലോകനം ചെയ്യണം. കൗതുകകരമായ കാര്യം, കേരളത്തിലെ കോൺഗ്രസിലെയും CPMലെയും മുസ്ലിം ലീഗിലെയും പ്രമുഖ നേതാക്കളെല്ലാം സുന്നി വിരുദ്ധന്മാരാണ് എന്നുള്ളതാണ്. പലരും മുജാഹിദ്, സലഫി, ജമാഅത്ത് വിഭാഗത്തിനോട് ഇഷ്ടം പ്രകടിപ്പിക്കുന്നവരാണ്. സത്യത്തിൽ സുന്നി വിഭാഗവും മുസ്ലിം ലീഗും തമ്മിലുള്ള ചില തർക്കങ്ങളുടെയും സൗന്ദര്യ പിണക്കത്തിന്റെയും അടിസ്ഥാന കാര്യങ്ങൾ പോലും ലീഗിലെ പ്രമാണിമാരായ നേതാക്കളെല്ലാം മുജാഹിദ്, സലഫി വിഭാഗം ആയതാണ്. അബ്ദുള്ളക്കുട്ടി ലേഖനത്തിൽ വ്യക്തമാക്കി. ദേശസ്നേഹം ഈമാന്റെ ഭാഗമാണ് എന്ന് സുന്നികളുടെ മദ്രസയിൽ പഠിച്ച വിദ്യാർത്ഥിയാണ് ഈയുള്ളവൻ. കേരളത്തിലെ മുസ്ലിം സംഘടനകളെക്കുറിച്ച് ഒരു പുനർവിചിന്തനവും പഠനവും ആവശ്യമാണ്. ഈ ഗുരുതരമായ വിഷയത്തെക്കുറിച്ച് ഉള്ളു തുറന്ന് ചർച്ച ചെയ്യാൻ മതേതര കേരളം തയ്യാറാകണമെന്നും അബ്ദുള്ളക്കുട്ടി എഴുതി. കാന്തപുരം ഉസ്താദ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതും അതിനുശേഷം മോദിയെ പ്രശംസിച്ചതും കേരളത്തിലെ LDF, UDF മുന്നണികളെ ഞെട്ടിച്ചിരുന്നു. കേരളത്തിൽ അരിവാൾ സുന്നികൾ എന്നറിയപ്പെടുന്ന കാന്തപുരം AP സുന്നി വിഭാഗം LDFന്റെ വോട്ട് ബാങ്കാണ്. കോൺഗ്രസ് നേതാവായ VD സതീശൻ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗ വോട്ട് ബാങ്കിൽ പ്രതീക്ഷയർപ്പിക്കുമ്പോഴും കാന്തപുരം വിഭാഗത്തിൽ അത്ര കണ്ട് പ്രതീക്ഷയർപ്പിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി പഴയ നിലപാടുകളിൽ നിന്ന് മാറിയെന്നും മതേതര കാഴ്ചപ്പാടുള്ളവരാണെന്നും VD സതീശൻ പറഞ്ഞിരുന്നു. എന്നാൽ മോദി കാന്തപുരം കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ കാന്തപുരം നടത്തിയ പ്രസ്താവന വ്യക്തിപരമാണെന്നും പൊതുസമൂഹം ആ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്നില്ലെന്നും സതീശൻ പ്രതികരിച്ചിരുന്നു. എന്നാൽ കാന്തപുരത്തിന്റെ നിലപാട് കൃത്യവും വ്യക്തവും എന്ന് അടിവരയിട്ട് അബ്ദുള്ളക്കുട്ടി രംഗത്തു വന്നത് കാന്തപുരം വിഭാഗം വൈകാതെ BJP നയിക്കുന്ന NDA രാഷ്ട്രീയത്തിന്റെ പതാകവാഹകരാകുമെന്ന സൂചന ശക്തമാക്കാനാണ് എന്നത് വ്യക്തം.